നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, എന്താണെന്നറിയില്ല. കൂതറ ബോസ് എന്ന് പറഞ്ഞ് മോഹൻലാൽ അവതാരകനായി വരുന്ന ഒരു പറട്ട പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പരിപാടിയിൽ കൂതറ ബോസിൽ പങ്കെടുക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. എല്ലാവരെയും മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വിഴുങ്ങിയിട്ട് വെച്ചേക്കും പോലെയാണ് ഈ കൂതറ ബോസിൽ പങ്കെടുത്തവരെയൊക്കെ, ആണുങ്ങളെ പ്രത്യേകിച്ചു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ ഭൂരിപക്ഷം എന്നല്ല 99.99% എല്ലാ തരികടയും പഠിച്ചവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിളിക്കുള്ളൂ ഈ പ്രോഗ്രാമിന്. തൊലിക്കെട്ടി വേണമല്ലോ അപാരമായിട്ട്, അപാരമായ തൊലിക്കെട്ടി ആവശ്യമുള്ളവരെ മാത്രമേ അതിന് വിളിക്കൂ. പിന്നെ തട്ടിപ്പുകാരുമായിരിക്കും. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങൾ ഓരോ ചാപ്റ്ററിലും അതിൽ വന്ന ആളുകളെ എടുത്തിട്ട് ഒരു മാന്യ വ്യക്തി അതിലുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞേ. കൂതറകളാണ്, എല്ലാം തരികിടകളാണ്. നേരത്തെ പറഞ്ഞ പോലെ അപാരമായ തൊലിക്കെട്ടികളും കാണും. അങ്ങനെ അല്ലാത്തവരെ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ മതി എന്നായിരിക്കും അവർ കരുതി വച്ചിരിക്കുന്നത്. പുറത്ത് അല്ല, അഥവാ ഇനിയിപ്പോൾ പ്രോഗ്രാമിൽ മാന്യമായിരുന്നു എന്ന് വെച്ചോളൂ, അവിടെ കയറിയപ്പോൾ മാന്യരായിരുന്നു. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ തരികിടകളായി മാറും. ഇപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിച്ചത് ഈ കൂതറ പരിപാടിയിൽ പങ്കെടുത്ത കെയർ ഓഫ് വെച്ചുകൊണ്ട് ശ്രദ്ധേയനായ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് ദയനീയമായി തോറ്റ് കേന്ദ്രഭരണ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു. മത്സരിച്ച് വിജയകരമായി നന്നായിട്ട് തോറ്റു. ആ ഒരു ഫ്രോഡിനെക്കുറിച്ച് ദിവസവും എത്ര കഥകളാണെന്ന് പറയും എന്നെ അന്വേഷിച്ച് വരുന്നത്. ഞാൻ സിനിമ അല്ലാത്ത ഒരു കാര്യവും സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പം പറയും, സാറേ സിനിമാക്കാരെയും പറ്റിച്ചിട്ടുണ്ട് സാറേ അവൻ ഈ ഫ്രോഡ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ നിർമ്മാതാവായ ചിട്ടി കമ്പനി മുതലാളിയെ ഇവ 60 ലക്ഷം രൂപ പറ്റിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ 60 പറ്റിച്ചതെങ്കിൽ സിനിമയിലെ പലരെയും 30 ലക്ഷം, 40 ലക്ഷം, 14 ലക്ഷം, 18 ലക്ഷം എന്നിങ്ങനെ പറഞ്ഞ് പലരുടെയും പല എമൗണ്ടാണ്. 15 കേൾക്കില്ല, 14 ലക്ഷം ഒരു അത്യാവശ്യം, മറ്റന്നാൾ 15 ലക്ഷം അവർ തിരിച്ചു തരും. ഇങ്ങനെ പറഞ്ഞാണ് വാങ്ങണേ. അങ്ങനെ ആളും തരവും നോക്കി കോടിക്കണക്കിന് രൂപയാണ് ഇവൻ പറ്റിച്ചതെന്ന് പറയുന്നു. ഇവൻ ഇലക്ഷന് ലോറിയുടെ പുറത്ത് നിന്നൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് ഇവൻ്റെ വാചകടി വേണം കേൾക്കാൻ. എറണാകുളത്ത് തന്നെ പലരിൽ നിന്ന് കോടികൾ കമഴ്ത്തി കഴിഞ്ഞു. അവൻ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ തട്ടിപ്പ് കേസെടുക്കാൻ പറ്റില്ല എന്ന് ഏമാന്മാർ പറയുന്നത്രേ. ഞാൻ കേസ് കൊടുക്കാത്തത് എന്ന് ചോദിച്ചവൻ പറയണം, അത് ഏമാന്മാർ പറയുന്നത് തട്ടിപ്പ് കേസ് ഇവിടെ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ കോടതി പോ എന്നാണ് പറയുന്നത്. എന്നാൽ അതൊന്ന് എഴുതി തരാൻ ഈ സാറന്മാരോട് പറയാൻ ഈ പരാതിയുമായി പോകുന്ന ഉണ്ണാക്കന്മാർ ധൈര്യം കാണിക്കുന്നില്ല. ഇടിയാറ്റ തന്നാലോ എഴുതി തരണം സാറേ, അതൊന്ന് എഴുതി തരണം, ഇവിടെ കേസെടുക്കാൻ ഒക്കില്ല എന്ന് എഴുതി തരണമെന്ന് പറഞ്ഞാൽ ഇടിച്ചാലോ എന്ന് വിചാരിച്ച് അവന്മാർ പാവം വായി നോക്കിയിൽ ഇറങ്ങിപ്പോവും. പ്രധാന സ്റ്റേഷൻ ഓഫീസർമാർക്ക് 1000 രൂപ ഇവൻ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നിട്ടാണ് ഇവൻ ലക്ഷങ്ങളും കോടികളും പറ്റിക്കുന്നത്. ഒരു ദിവസം 5000 രൂപ വാടകയ്ക്ക് വില കൂടിയ കാറുകൾ എടുക്കും ഇവൻ. എന്നിട്ടാണ് ആ കാറും കൊണ്ടാണ് ഇയാളെ പറ്റിക്കാൻ നടക്കുന്നത്. അപ്പോൾ വില കൂടിയ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ അയ്യോ ഈ കാറൊക്കെ ഉള്ളവനാണോ പറ്റിക്കില്ല എന്ന് പറഞ്ഞ് കൊടുക്കും. പക്ഷേ ഇത് ദിവസം 5000 രൂപ വാടകയാണ്, മാസം 1.5 ലക്ഷം രൂപ വാടക കൊടുക്കും. എന്നാൽ സ്വന്തമായൊന്നും എടുക്കുന്നില്ല. അതെന്താണ് സാറേ എന്നെൻ്റെ ചോദിച്ചു. സ്വന്തം കാറായാൽ ഈ കടം കൊടുത്തേ അവനെങ്കിലും പൊക്കിക്കൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അവൻ ബുദ്ധിയുള്ളതുകൊണ്ടാണ് അവൻ സ്വന്തം കാർ എടുക്കാത്തത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായെങ്കിലും ഇവന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെയും പ്രതിപക്ഷത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഫ്രോഡുകൾ സദാ ഇവൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരനും ഉണ്ട്, CPM കാരനും ഉണ്ട്, BJP കാരനും ഉണ്ട്. അവൻ BJP സ്ഥാനാർത്ഥി ആയിരുന്നല്ല. കൂതറ ബോസ് പരിപാടി മലയാളിയെ ഇങ്ങനെയും നശിപ്പിക്കുന്നു എന്ന് ഞാൻ പറയും. ബാക്കി വിശദമായ തെളിവുകൾ കിട്ടുക, സിനിമാക്കാരെ ഒരുപാട് പറ്റിച്ചതിൻ്റെ തെളിവുകൾ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തരുമ്പോൾ ഇവൻ്റെ ഫോട്ടോ അടക്കം പറയാം. തെളിവ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പേരും കുന്തമൊന്നും പറയാത്തത്.
നമസ്കാരം. പുതിയൊരു വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാരഫലത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ചിരി വരും. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചയാണെന്നാണ് പറഞ്ഞത്. സാറേ എല്ലാ ദിവസവും വാരഫലം ചെയ്യാക്കൂ. അത്രയ്ക്ക് നമ്മളെ വാരഫലത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച മോഹൻ ശർമ്മ എന്ന നമ്മുടെ ഒരു കാലത്തെ റൊമാൻറ്റിക് നായകനായിരുന്ന മോഹൻ്റെ അവസ്ഥയെപ്പറ്റി നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. ചെറുതാണെങ്കിലും മോശമല്ലാത്ത തുകകൾ മോഹൻ ശർമ്മയുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത ചിലർ എന്നെ വിളിച്ച് ഇട്ട കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തന്നതാ പൈസ ഇട്ടിട്ടുണ്ടെന്നുള്ള തെളിവ്. അദ്ദേഹം കാര്യം സമ്മതിക്കുകയും ചെയ്തു. അക്കൗണ്ടിൽ കുറച്ച് കാശ് വന്നു. പത്തനാപുരം ഗാന്ധി ഭവനിൽ എപ്പോൾ എന്ന് എത്തിയാലും സ്വീകരിക്കുമെന്ന ഉറപ്പും ഞാൻ വാങ്ങിയിട്ടുണ്ട് സോമരായ സാറിൻ്റെയും. എൻ്റെ കുടുംബത്തിൻ്റെ ഈ വർഷത്തെ 4ാം ഓണം പത്തനാപുരം ഗാന്ധി ഭവനിലാണ്. അതും ഏർപ്പാടാക്കിയിട്ടുണ്ട്. വാർത്ത അറിഞ്ഞതിൽ മലയാള സിനിമയിൽ നിന്ന് ഒരാളെ പ്രതികരിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ മോഹൻലാലാണ്. വൃദ്ധസദനത്തിൽ ഓൾഡ് ഏജ് ഹോമിൽ കഴിയുന്ന മോഹൻ ശർമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മോഹൻലാൽ പരസ്യമായി ഉറപ്പ് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം നിർമ്മിച്ച സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. ഞങ്ങളുടെ ടീമിലെ ഒരാൾ അദ്ദേഹത്തെ കാണാൻ ഉടനെ പോകുന്നുണ്ട്. വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും. സിനിമ ഒരുതരം മാജിക്കാണ്. സിനിമ മാത്രമല്ല, ജീവിതത്തിൽ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ആളുകൾ വിധിയെന്നോ കർമ്മമെന്നോ ഒക്കെ പറയുന്ന ഒരു പ്രത്യേക ജീവിതമാണ് നമ്മുടേത്. ഒരാളെ നമ്മൾ സഹായിക്കുന്നത് പരസ്യമാക്കേണ്ട കാര്യമില്ല എന്നും മോഹൻലാൽ പറയുന്നു. മോഹൻ ശർമ്മ എനിക്ക് അയച്ച കത്തുകൾ വരെ എൻ്റെ കൈവശമുണ്ട് എന്നാണ് മോഹൻലാൽ പറയുന്നത്. വളരെ നല്ല ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. നേരിട്ട് കണ്ടിട്ട് കുറേ കാലമായി. പക്ഷേ ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ സഹായിക്കുമെന്ന് മോഹൻലാൽ ഉറപ്പിച്ച് പറയുന്നു. നല്ലത്, ഒരാളെങ്കിലും പറഞ്ഞല്ലോ. മോഹൻ ശർമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയിൽ ഓണററി മെമ്പർഷിപ്പ് നൽകാൻ കഴിയും. പക്ഷേ അത് അവിടെ ഇപ്പം കോടതിയുടെ ബലത്തിൽ കയറിയിരിക്കുന്ന പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും ഒക്കെ അറിയാമോ ഈ മോഹൻ ശർമ്മ ആരെന്ന്? അതറിയണമല്ലോ. ഭാഗ്യം കൊണ്ട് എങ്ങനെയോ നടികളൊക്കെ ആയതാണല്ലോ ഇപ്പോൾ തലപ്പത്തിരിക്കുന്നത്. അവർ ഓണററി മെമ്പർഷിപ്പ് ഒന്നും കൊടുക്കില്ല മോഹന്. വോട്ടവകാശം ഉണ്ടാവില്ല എന്ന ഒറ്റ കുറവേ ഉണ്ടാവുള്ളൂ ഓണററി മെമ്പർഷിപ്പ് ആയാൽ. മാസാമാസം കൈനീട്ടം 5000 രൂപ ഉറപ്പായും അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു ഓണററി മെമ്പർഷിപ്പ് കൊടുത്തിരുന്നെങ്കിൽ. മോഹനെ പോലെ വീണ വരെ അമ്മ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോഴാണ് അമ്മയുടെ ഇപ്പോൾ ഉള്ള ചീത്തപ്പേരുകൾ മാറുന്നത്. മോഹൻലാൽ മനസ്സ് വച്ചാൽ മുഖ്യമന്ത്രി വിളിച്ച് സംസാരിക്കാനാവും. അദ്ദേഹത്തിന് സാംസ്കാരിക ക്ഷേമനിധിയിൽ സ്പെഷ്യൽ അംഗത്വവും നൽകാനാവും. എന്നാൽ മാസം 5000 രൂപ അവിടെ നിന്നും കിട്ടും. നിർമ്മാതാവ് സുരേഷ് കുമാർ CWWF എന്ന് പറയുന്ന കണ്ണൂർ കാർഡ് എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. കേന്ദ്ര ഗവൺമെൻറ് CWWF എന്ന സിനിമ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ടിലും അംഗത്വം നൽകാൻ സുരേഷ് കുമാർ വിചാരിച്ച് നടക്കും. കാരണം അദ്ദേഹം അതിലെ ബോർഡിലുണ്ട്. കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ മരുന്നുകൾ മാസാമാസം ഫ്രീ ആയി ലഭിക്കും. വീണു പോയൊരു കലാകാരനെ ഇങ്ങനെയൊക്കെ സഹായിക്കുമ്പോഴാണ് കലാകാരനായ മനുഷ്യൻ വേറിട്ടവൻ ആകുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും മോശമല്ലാത്ത സഹായവും അതിന് പറ്റിയ ആളുകൾ വിളിച്ച് സംസാരിച്ചാൽ നൽകാനാവും, അനുവദിക്കാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആരെയെങ്കിലും മോഹൻലാൽ അതിന് ചുമതലപ്പെടുത്തണം. ഇതൊക്കെ അടിയന്തരമായി ചെയ്യാൻ, കണ്ണൂർ കാർഡ് എടുത്തു കൊടുക്കാനും, അമ്മയിൽ ഓണററി മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കാനും, സാംസ്കാരിക ക്ഷേമനിധിയിൽ 60 വയസ്സ് കഴിഞ്ഞു പോയ ആളായതുകൊണ്ട് പ്രത്യേക സാംസ്കാരിക വകുപ്പ് മന്ത്രി എഴുതിയാൽ മതി, ഒരു കത്തെഴുതിയാൽ കൊടുക്കും. ഞങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാനാവും. ഇതിനിടയിൽ വീട് കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറഞ്ഞ ഒരു പണി ഒരു തമിഴത്തി നടി ചെയ്യുന്നത് കണ്ടു. ലക്ഷ്മിയെ പറ്റിച്ച് ആ കാശ് കൊണ്ടാണ് പോയസ് ഗാർഡനിൽ മോഹൻ വസ്തു വാങ്ങിയതെന്നൊക്കെ പഴയ ബാലതാരമായിരുന്നത് കുട്ടിപ്പപ്പിനി. ഇപ്പം കുട്ടിപ്പപ്പിനിയൊന്നുമില്ല, എരുമപ്പപ്പിനി.
പഴയ ബാലനടി ഇപ്പോൾ നടത്തുന്ന യൂട്യൂബിൽ വച്ച് കാച്ചുന്നു. അവരൊരു യൂട്യൂബ് നടത്തുന്ന ആളാണ്. മോഹൻ മലയാളിയും ലക്ഷ്മിയൊക്കെ തമിഴത്തിയും എന്ന ചിന്തയിലുള്ള വൃത്തികെട്ട കളിയാണ് ഈ കുട്ടിപ്പപ്പിന് നടത്തുന്നത്. മലയാളത്തിലും ഇവർ പറയുന്നത് പ്രചരിക്കുന്നുണ്ട്. ഇവർ മോഹനെ നിർബന്ധിച്ച് ഒരു അഭിമുഖം ചെയ്തിട്ടുണ്ട്. അതിൽ പോലും ലക്ഷ്മിക്കെതിരെ പറയിപ്പിക്കാൻ 18 അടവും ഈ പെണ്ണുപിള്ള നോക്കിയിട്ടും മോഹൻ അതിൽ വീണില്ല. അയാൾ വളരെ മാന്യമായിട്ടാണ് ലക്ഷ്മിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ലക്ഷ്മിയോ മകൾ ഐശ്വര്യയോ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. ഇവരുടെ ഈ തള്ള് വളരെ മോശമായാണ് മോഹനെക്കുറിച്ച് സംസാരിക്കുന്നത്. അവരൊന്നും ലക്ഷ്മിയോ ഐശ്വര്യോ ഒന്നും പറയുന്നില്ല, മോഹനും പറയുന്നില്ല. ഈ തമിഴത്തി കുട്ടിപ്പപ്പിനി അവൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വിശ്വസിക്കരുത് മലയാളി എന്ന് ഞാൻ പറയുന്നു. കാരണം മോഹൻ ഒരു മലയാളിയായിപ്പോയി. മറ്റേ ലക്ഷ്മി അക്കാക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്നാൽ ലക്ഷ്മി മോഹനെക്കുറിച്ച് ഇച്ചു പോകുന്നൊരു വാക്ക് പറയുന്നു. ഇന്നലെകൾ സിനിമയിൽ ബുദ്ധിയുള്ളവർ ഓർക്കാറില്ല. ഇന്നും നാളെയും പറ്റി മാത്രം ചിന്തിക്കണം. ഇന്നത്തെ നിലനിൽപ്പിനായി എന്തുതരം കളിയും കളിക്കണം. നാളേക്കായി എന്തൊക്കെ ചെയ്യണം. ഇന്നലെകളിൽ ബുദ്ധിയില്ലാത്ത തെണ്ടികൾ കുറേ സഹായം ചെയ്തിരിക്കാം. അതും ഓർത്തുകൊണ്ടിരുന്നാൽ വല്ല ഗുണവും ഉണ്ടാവുമോ? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇല്ല, സഹായിച്ചവന്മാരെ തിരിച്ച് സഹായിക്കാൻ പോയാൽ നമ്മൾ കുത്തുപാള എടുക്കും എന്നല്ലാതെ ഒരു ഗുണവും നമുക്കുണ്ടാവില്ല. ഇങ്ങനെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ് സിനിമയിലെ ഭൂരിപക്ഷം പേരും എന്നത് പരമമായ സത്യമാണ്. അതൊരു പ്രേം നസീറിനൊക്കെ അവകാശപ്പെടാവുന്ന ശീലമാണ് ഇന്നലെകളെപ്പറ്റി ചിന്തിക്കുക എന്നത്. അദ്ദേഹം ഇന്നലെകൾ ചിന്തിച്ചിരുന്ന ആളായിരുന്നു. ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് നമ്മുടെ നടൻ ഇന്നസെൻ്റ് തൻ്റെ ഇന്നലെകളെപ്പറ്റി നിരവധി പുസ്തകങ്ങളിൽ കുറിച്ചിട്ടുണ്ടല്ലോ. സ്കൂളിലും നാട്ടിലും ദാവങ്കരിയിലും മദ്രാസിലും താൻ നേരിട്ട അല്ലലുകളെപ്പറ്റിയും സഹായഹസ്ത്യം നീട്ടിയവരെ പറ്റിയുമൊക്കെ തൻ്റേതായ ശൈലിയിൽ ഇന്നസെൻ്റ് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. വളർന്ന് വലുതായപ്പോൾ തന്നെ സഹായിച്ച തൻ്റെ പല അടുപ്പക്കാരെയും സൗകര്യപൂർവ്വം അദ്ദേഹം മറന്നിട്ടുണ്ട് എന്നത് വേറൊരു സത്യം. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, അല്ലാതെ എല്ലാം തികഞ്ഞവനല്ല ഇന്നസെൻ്റ്. പുതുതായി വച്ച കൊട്ടാരം പോലത്തെ വീട്ടിൽ കയറി താമസിച്ചപ്പോൾ സിനിമാ രംഗത്തെ പ്രശസ്തരെയൊക്കെ ആ വീട്ടിൽ കയറി താമസിക്കലിന് ക്ഷണിച്ചപ്പോഴും നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന് അദ്ദേഹത്തോട് ചോദിച്ച സംവിധായകൻ മോഹനോട് അങ്ങനെ എല്ലാവരെയും ഓർത്ത് വിളിക്കാൻ പോയാൽ ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും ചടങ്ങ് നടത്തേണ്ടി വരില്ലേ എന്ന മറുപടിയാണ് മോഹനേട്ടനോട് പറഞ്ഞത്. മോഹനേട്ടൻ തന്നെ ആ വേദന തുറന്നു പറഞ്ഞിട്ടുണ്ട് വളരെ അടുപ്പക്കാരോട്. കാരണം സിനിമയിൽ നാട്ടുകാരെന്ന് മാത്രമല്ല, സഹപാഠിയെന്ന് മാത്രമല്ല, സിനിമയിൽ തുടക്കം എൻട്രി ഉണ്ടാക്കി കൊടുത്ത ആളാണ്. തന്നെ സഹായിച്ചവർ പ്രിയദർശനും സത്യനന്ദിക്കാടും സിദ്ദിഖ് ലാലും ഒക്കെയായി ചുരുക്കി അവസാന കാലം ഇന്നസെൻ്റ് എന്നത് ചുമ്മാ പറയുകയല്ല. അവർ 3 പേരെക്കുറിച്ച് മാത്രമേ അദ്ദേഹം സംസാരിക്കൂ. അല്ല അദ്ദേഹത്തിനെ നായകനാക്കി സിനിമ ചെയ്തവരെ കുറിച്ചോ അദ്ദേഹത്തിന് തുടക്കകാലത്ത് സഹായിച്ചവരെ കുറിച്ചോ ഒന്നും അദ്ദേഹം പറയില്ലായിരുന്നു. എന്നാലും പലരേക്കാളും ഇന്നലെകൾ ഓർത്തവനായിരുന്നു ഇന്നസെൻ്റ്. അത്തരം ഒരു ഓർമ്മയുടെ കഥ പറയാം. ദാവൺഗരിയിലെ തീപ്പെട്ടി കമ്പനി വളരെ വിജയകരമായി പൂട്ടിക്കെട്ടി. സംവിധായകൻ മോഹൻ എന്ന നാട്ടുകാരൻ്റെ പിൻബലത്തിൽ സിനിമയിൽ ഭാഗ്യം തേടി ഇന്നസെൻ്റ് മദ്രാസിലെത്തി, അല്ലെങ്കിൽ കോടമ്പക്കത്തെത്തി. താമസം സിനിമാക്കാരുടെ അത്താണിയായ ഉമാൻ ലോഡ്ജ് എന്ന സിനിമാക്കാരുടെ താവളത്തിലാണ്. ഒരുപാട് പേരുടെ താവളമായിരുന്നു ഒരു കാലത്ത് ഉമാൻ ലോഡ്ജ്. ഞാൻ എത്ര കാലം താമസിച്ചിട്ടുണ്ടെന്ന് എനിക്കെന്നറിയില്ല, എത്ര സിനിമയ്ക്ക് താമസിച്ചു. ഒന്ന് മുഖം കാണിക്കാനായാൽ നക്കാപ്പിച്ച വല്ലതും തടയും എന്ന ചിന്തയിൽ സിനിമാക്കാരുടെ വീടുകളിലും സ്റ്റുഡിയോകളിലും എല്ലാം ഇന്നസെൻ്റ് അലയുന്ന കാലം. ഇപ്പോൾ ചാൻസ് ഒന്നുമില്ല. പുതിയ പടം തുടങ്ങുമ്പോൾ വന്ന് കാണൂ, പക്ഷേ ഉറപ്പൊന്നും പറയുന്നില്ല, നോക്കാം എന്ന പല്ലവി ടേപ്പ് റെക്കോർഡിലിട്ട് പറയും പോലെ എല്ലാവരും പറയുന്ന കാലം.
തിരക്കുള്ള ശശികുമാറിനെയും AB രാജിനെയും KS സേതുമാധവനെയും ഒക്കെ വീടുകളിൽ പോയി കാണുന്ന കാലം. ഇവരിൽ നിന്നൊക്കെ ഉണ്ടായ മറുപടി ഒരേ മറുപടിയാണ് ഇവരെല്ലാം പറയുന്നത്. നോക്കാം. തീപ്പെട്ടി കമ്പനി പൊളിഞ്ഞ് കടത്തിന്മേൽ കടമായി വിറ്റുപെറുക്കിയതിൽ മിച്ചം വന്ന തുക മദ്രാസിലെ ജീവിതത്തിനിടയിൽ, കോടമ്പക്കത്തെ ജീവിതത്തിനിടയിൽ പതിയെ തീർന്നു. ഒപ്പം വയറിൻ്റെ വിശപ്പ് ഏറി വരുന്ന സമയം. പട്ടിണി കിടന്നിട്ടുള്ളവർക്കറിയാം, മനസ്സും ശരീരവും ഒക്കെ പട്ടിണിയിലായാൽ വിറങ്ങലിച്ചു പോകും. ഈ ലോഡ്ജിന്, ഉമാ ലോഡ്ജിന് മുന്നിൽ മലപ്പുറത്തുകാരനായ ഒരു കാക്കാൻ്റെ ടീക്കട ഉണ്ടായിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കാത്ത മലയാള സിനിമാ മോഹികൾ കുറവാണ്. അതിന് പ്രധാന കാരണം അവിടെ കടം കിട്ടും ഭക്ഷണം എന്നുള്ളതാണ്. കിട്ടിയാൽ കൊടുത്താൽ മതി. ഇക്ക എന്നായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കയ്യിലെ കാശ് തീർന്നപ്പോൾ ഇന്നസെൻറ്റും ഇക്കാൻ്റെ കടയിൽ കടം വച്ചു തുടങ്ങി. എവിടുന്ന് വന്നെന്നോ എന്നു മടങ്ങുമെന്നോ എന്താണ് വരുമാനമെന്നോ തിരക്കാതെ ഇക്ക ഇന്നസെൻറ്റിന് വയറ് നിറയെ ഭക്ഷണം കടം നൽകി. കഴിച്ചതിൻ്റെ പറ്റ് പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുന്ന പതിവൊന്നും ഇക്കായുടെ കടയിലില്ല. നമ്മൾ കണക്കാക്കി കൊടുത്താൽ മതി. അതാണ് ഇക്കയുടെ ഒരു സ്റ്റൈല്. ഒരു ദിവസം മുറിയിൽ അലസനായി ചിന്തിച്ച് കിടക്കുമ്പോൾ താഴെ തമിഴന്മാരുടെ വലിയ ബഹളം. ഇക്കയുടെ ടീ കടയുടെ മുന്നിലാണ് ഒച്ചയും ബഹളവും കേൾക്കുന്നത്. വന്ന 3 തമിഴന്മാർ ഇക്കയോട് കയർത്ത് സംസാരിക്കുന്നു. എല്ലാം കേട്ടു നിന്ന ഇക്ക ഉമാ ലോഡ്ജിൻ്റെ മുകളിലേക്ക് വിരൽ ചൂണ്ടി, അന്താ 53 ഇന്നസെൻ്റ് ഇരിക്ക്, 63 മോഹൻ ഇരിക്ക്, 68 രാധാകൃഷ്ണൻ ഇരിക്ക്. ഓരോ മുറിയുടെ നമ്പരും അവിടെ കൂടുകൂട്ടിയവരെ പറ്റിയും ഇക്ക പറയുകയാണ് ഈ വന്ന തമിഴന്മാരോട്. 53 നമ്മ ഇന്നസെൻ്റ് ഇരിക്ക് എന്ന് കേട്ടപ്പോൾ പതിയെ ഇന്നസെൻ്റ് നോക്കിക്കൊണ്ടിരുന്ന തല പതുക്കെ പുറകിലേക്ക് പിൻവലിച്ചു. കുറച്ച് സമയത്ത് ഗലാട്ടയ്ക്ക് ശേഷം വന്നവർ മടങ്ങി. വയറ് വിശന്ന് ആളിക്കത്തുന്നു. നേരെ ഇന്നസെൻ്റ് ഇക്കയുടെ മുന്നിലെത്തി. ഒന്നും അവിടെ സംഭവിക്കാത്ത പോലെ ഇക്ക ഭക്ഷണം വിളമ്പി. എന്താ പ്രശ്നമെന്ന് ഇന്നസെൻറ്റും തിരക്കിയില്ല. കടം കൊടുത്ത് കച്ചവടം നടത്തുന്ന ഇക്ക കടം നടത്തുന്നത് വട്ടിപ്പലിശയ്ക്ക് അണ്ണാച്ചിമാരിൽ നിന്ന് വാങ്ങിയിട്ടായിരുന്നു. പിരിവ് കുറേ മുടങ്ങിയപ്പോൾ പൊക്കാൻ വന്നതാണ് ഈ 3 അണ്ണാച്ചിമാർ. ഇന്നസെൻറ്റും മോഹനും രാധാകൃഷ്ണനും ഒക്കെ നിറയെ തരാനുണ്ടെന്നും അവർ ഉടനെ കൊട്ടക്കണക്കിന് കാശുമായി വരും, അപ്പോൾ വട്ടിപ്പലിശ തീർത്തേക്കാമെന്നും ഒക്കെയാണ് ഇക്ക വന്ന 3 പേരോട് തട്ടിവിട്ടത്. എവിടുന്നോ വന്ന എന്തു വേണമെങ്കിലും മുങ്ങാവുന്ന മലയാളിക്ക് പള്ള നിറയ്ക്കാൻ സ്വയം വട്ടിപ്പലിശയ്ക്ക് കടം വാങ്ങുന്ന ഇക്ക അത് മടക്കി കൊടുക്കാനാകാതെ കണ്ട തമിഴന്മാരുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കുന്നു. എന്നിട്ടും ഇന്നസെൻ്റെ, മോഹന, കടക്കാരന്മാർ വന്ന് തെറി പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, പണം വേണം എന്ന് അദ്ദേഹം പറയുന്നേയില്ല. വരി ഇരിക്കി എന്ന് പറഞ്ഞിട്ട് പുട്ട് വേണോ ഇഡ്ഡലി വേണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ച് വീണ്ടും കടം കൊടുക്കുകയാണ്. ഒരു നാൾ അലുമിനിയം പാത്രങ്ങൾ റോഡിലേക്ക് വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന ഉയരുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഉമാ ലോഡ്ജിലെ അന്തേവാസികൾ വെളുപ്പാങ്കാലത്ത് ഉറക്കമുണർന്നത്. നോക്കുമ്പോൾ ഇഡ്ഡലിയും സാമ്പാറും പുട്ടും പയറും പപ്പടവും എല്ലാം റോഡിൽ ചിതറിക്കിടക്കുന്നു. എല്ലാം താറുമാറാക്കിയിട്ട് വട്ടിപ്പലിശക്കാർ പോയി. ഇക്ക ഫ്രീസായതുപോലെ നിശബ്ദനായി നിൽക്കുകയാണ്. അന്നും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചെല്ലുമ്പോൾ എല്ലാം പാകപ്പെടുത്തി തിരിച്ചു തരാത്ത കടക്കാരന്മാരെ കാത്തിരിക്കുകയായിരുന്നു പാവം ഇക്ക. വേറെ ഏതോ വട്ടിപ്പലിശക്കാരനിൽ നിന്നും കടമെടുത്ത് വാങ്ങിയതിൽ പാചകം ചെയ്ത ചോറും കറികളും അദ്ദേഹം സന്തോഷത്തോടെ വീണ്ടും വിളമ്പി. തികഞ്ഞ മുസൽമാനായ ഇക്ക ഒരിക്കലും പള്ളിയിൽ നിസ്കരിക്കാൻ ഓടുന്നത് ഇന്നസെൻറ്റിന് കാണാൻ കഴിഞ്ഞിട്ടേയില്ല. തൻ്റെ ജീവിതയാത്രയിൽ കണ്ട ഏറ്റവും നല്ല മുസൽമാനാണ് ഇക്ക എന്നാണ് ഇന്നസെൻറ്റ് സാക്ഷ്യപ്പെടുത്തിയത്. ഇന്നസെൻറ്റ് മദ്രാസിൽ തന്നെ സിനിമയിൽ വളർന്നു, നടനായി, പിന്നെ വിജയ ചിത്രങ്ങളുടെ നിർമ്മാതാവായി. ആലീസുമായിട്ട് ഒരിക്കൽ
ഉമാ ലോഡ്ജിന് മുന്നിൽ ഇന്നസെൻ്റ് ചെന്നു. ഇക്കയും കടയും പഴയ പോലെ തന്നെ അവിടെ ഉണ്ട്. പതിവ് പോലെ പരിപ്പുവട പൊരിച്ചു വച്ചിരിക്കുന്നു. തങ്ങളുടെ അവകാശം പോലെ ഈച്ചകൾ പരിപ്പുവടയുടെ പുറത്ത് വിഹരിക്കുന്നു. ഇക്ക സന്തോഷത്തോടെ ഇന്നസെൻ്റിനെയും ആലീസിനെയും പരിപ്പുവടയും ചായയും കഴിക്കാൻ ക്ഷണിച്ചു. ഈച്ചകളെ ഓടിച്ച് ഒരു പരിപ്പുവട എടുത്ത് ആലീസിന് നീട്ടി ഇന്നസെൻ്റ്. എനിക്ക് വയറിന് അസുഖമാണെന്ന് അറിഞ്ഞൂടെ എന്ന് രൂക്ഷമായ നോട്ടത്തോടെ ആലീസ് പരിപ്പുവട വാങ്ങിയില്ല. ഒന്നും പറയാതെ ആ പരിപ്പുവട ഇന്നസെൻ്റ് കഴിച്ചു, ചായയും കുടിച്ചു. മടങ്ങുമ്പോൾ ഇന്നസെൻ്റിനോട് ആലീസ് ചൂടായി. ഈച്ച പൊതിഞ്ഞ ആ പരിപ്പുവട വാങ്ങിക്കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്ന് ആലീസ് ചോദിച്ചു. വയറിന് അസുഖം വരാൻ വേറെ വല്ലതും വേണോ? ആലീസേ, ആ വടയ്ക്ക് ചുറ്റും ഈച്ചയെ പിടിച്ച്, വടയ്ക്ക് ചുറ്റും ഇരിക്കുന്നില്ല ഈച്ച, അതിനെ പിടിച്ച് ചുട്ടു തന്നാൽ കഴിക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്നെനിക്ക് വയറ് നിറയെ ഭക്ഷണം വിളമ്പിയ മനുഷ്യനാണ് ആ ഇക്ക. വൃത്തിയില്ലാത്ത ആഹാരം കഴിച്ച് അസുഖം വരുമെങ്കിൽ ഞാൻ എത്രയോ തവണ മരിക്കേണ്ടതാണ്. വൃത്തിയല്ല, വിശപ്പാണ് സത്യം, വിശപ്പ് മാത്രം. ലോകത്തിൽ വച്ച് ഏറ്റവും വലിയ ദാനധർമ്മം പണം കൊടുക്കുന്നതല്ല, മറിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അലയുന്ന ആരുടെയെങ്കിലും വിശപ്പ് അവർ ചോദിക്കാതെ ശമിപ്പിക്കുമ്പോഴാണ്. ഇന്നസെൻ്റ് പറഞ്ഞ ഈ കഥ കേട്ടപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നിയത്. അടുത്ത കഥ, ഗൗതംകുട്ടി സാറിൻ്റെ ടൈം ആൻഡ് ടൈം എന്ന് ഇൻ ഹരിഹര നഗറിൽ പറഞ്ഞ കണക്ക് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ സമയമാണ് സമയം. മോഹൻലാലിനെ വിറ്റ് കാശാക്കുന്ന ആൻ്റണിക്ക് മോഹൻലാലിൻ്റെ മകൾ ബിസ്മയെ വിറ്റും കാശടിക്കാൻ അറിയാമെന്ന് തുടക്കം സിനിമയിലൂടെ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. എനിക്ക് ആ പടം കണ്ടുകൊണ്ടിരുന്നപ്പോഴേ സുചിത്രയേക്കാൾ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ മുഖമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ശരീരഘടനയ്ക്ക് പോലും മോഹൻലാലിൻ്റെ അമ്മയുമായിട്ട് നല്ല സാമ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു തുടക്കത്തിൽ. അപ്പനക്ക് പിറന്നാൽ ഇപ്പടി ഇറുക്കുമെന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു. അപ്പനെയും രണ്ട് മക്കളെയും വെച്ച് 2027 ഓണത്തിനൊരു പടം ഇറക്കണം ആൻ്റണി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർ ഹിറ്റാവും. അപ്പനെയും രണ്ട് മക്കളെയും വെച്ചിട്ട് നല്ല കഥയുണ്ടാക്കണം. പറയാൻ വിട്ടു, കവളിൽ കറുത്ത ഉണ്ണി വയ്ക്കാതെ, ഇവിടെ ഒരു വില്ലന്മാർക്കൊക്കെ എല്ലാം ഒരു കറുത്ത ഉണ്ണി കാണുമല്ലോ. ജോസ് പ്രാവശ്യം ബാലകൻ നായരൊക്കെ എത്ര സിനിമയിൽ വെച്ചതാണ്. അങ്ങനത്തെ ഉണ്ണിയൊന്നും വയ്ക്കാതെ, കണ്ണിൽ മേക്കപ്പ് മാൻ തരുന്ന ചുണ്ടപ്പൂവിട്ട് ചോപ്പിക്കാതെ, നമ്മുടെ എമ്മൻ നമ്പ്യാരൊക്കെ ആർത്ത് അട്ടഹസിക്കും പോലെ വാചകം പഠിക്കാതെ, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആഷിഷ് ജോ ആൻ്റണി ഇരുത്തം വന്ന ഒരു വില്ലനായി തുടക്കത്തിൽ. അയാൾ നന്നായിട്ട് സ്ക്രീനിൽ ഷൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറയാം. അയാളെയും 2027 ആ ഓണപ്പടത്തിൽ വില്ലനാക്കണം ആൻ്റണി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ എറണാകുളത്തൊരു പയ്യനുണ്ടല്ലോ, സന്തോഷ് വർക്കി, ആറാട്ടണ്ണൻ എന്നെല്ലാവരും വിളിക്കുന്ന സന്തോഷ് വർക്കി. അയാൾ പോലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, സാറേ നല്ല പടമാണ് സാറേ, ഓടും പടം എന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞത്. ഇതിലപ്പുറം എന്ത് വേണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും വിസ്മയെ ദേശദ്രോഹിയാക്കാനും തുടക്കം പ്രേക്ഷകർ കാണാതിരിക്കാനും നമ്പറിറക്കിയ ദേശസ്നേഹിയുടെ വാഷറിളകിപ്പോയി കാണും തുടക്കത്തിൻ്റെ നല്ല വിജയത്തിലൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളി അങ്ങനെയാണെന്നേ. ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ കള്ളിയിൽ കയറ്റി നിർത്താൻ നോക്കിയാൽ മലയാളി ഒതുങ്ങില്ല. അങ്ങനെ ഏതെങ്കിലും വിവരദോഷി തലയിൽ ചാണകം മാത്രമുള്ളവന്മാർ എന്തെങ്കിലും വാചകം അടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊന്നും കേൾക്കുന്നവരല്ല മലയാളി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിസ്മയെ നായികയാക്കി അടുത്ത സിനിമ ചെയ്യാൻ ഒരു തിരക്കഥ 2 നവാഗതരെ കൊണ്ട് എഴുതിച്ച് ആൻ്റണി വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഒരു താരപുത്രി
ശ്രദ്ധേയമാകുന്ന ചരിത്രം ഒരുപക്ഷെ വിസ്മയ്ക്ക് സ്വന്തമാണ് മലയാളത്തിലെങ്കിലും. ആൻ്റണിക്കും സന്തോഷിക്കാം. പഞ്ഞം കാണിക്കാതെ 11-12 കോടി രൂപ ചിലവിട്ടെടുത്ത തുടക്കം തിയേറ്ററിൽ തുടങ്ങും മുമ്പ് തന്നെ OTTക്ക് 13 കോടി രൂപയ്ക്കെന്തോ ആൻ്റണി വിറ്റു എന്നാണ് ഞാൻ അറിഞ്ഞത്. റിലീസിന് മുന്നേ ലാഭം നേടിയ പടമായി വിസ്മയയുടെ ആദ്യ ചിത്രം എന്നതും പ്രതീക്ഷ നൽകുന്നതാണ്. ആ കുട്ടിയുടെ ചിരിയൊക്കെ ഭയങ്കര രസമാണ്. മാർഷൽ ആർട്സ് പഠിച്ചു എന്നൊക്കെ പറയുന്നു, പക്ഷേ അത്രയും അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ സംവിധായകൻ എന്തോ അത് ഉപയോഗിച്ചില്ല. വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ ഒരുത്തിനെ നേരിടുമ്പോൾ അതിന് മുമ്പുള്ളൊരു തയ്യാറെടുപ്പായി അവരുടെ മുഖത്തൊന്നും അത് വരുന്നുമില്ല. ആദ്യം പേടിച്ച് നിൽക്കുക, പിന്നെ ഗതികെട്ട് ചെയ്യുന്ന പോലെ മാർഷൽ ആർട്സ് നടത്തുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എന്നാലും നവാഗതയായ ഒരു പെങ്കൊച്ച് എന്ത് രസമായിട്ട് അവൾ ചെയ്തിരിക്കും. മലയാളി കൊടുത്ത ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ഇതെന്ന് ഞാൻ പറയും. കാരണം ദേശസ്നേഹം ഒരുത്തൻ്റെയും അച്ഛൻ്റെ വകയല്ല. ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ മരിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഈ രാജ്യത്തെക്കുറിച്ച് സ്നേഹമുണ്ട്. അതിന് വല്ല പൊട്ടന്മാരും പറയുന്നതൊന്നും കേട്ട് രാജ്യസ്നേഹം വളർത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് തുടക്കം തെളിയിച്ചു. അതിരടിയുടെ വിജയാഘോഷത്തിൻ്റെ 55-ാം ദിവസം ആഘോഷിച്ചു. അതിൽ പങ്കെടുക്കാൻ എന്നെയും വിളിച്ചിരുന്നു. ഞാനും ചെറുതല്ലാത്ത ഒരു വേഷം അതിരടി ചെയ്തിരുന്നല്ലോ. അന്നേ ദിവസം ഞാൻ സ്വന്തം അനുജത്തിയായി കാണുന്ന ഒരു സിനിമാ നായിക സിന്ധുവിനെ വിളിച്ചു. ഇടയ്ക്കിടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കാറുണ്ട്. വർത്തമാനത്തിനിടയിൽ ദിനേശേട്ടൻ ഇല്ലേ എന്ന് അവൾ തിരക്കി. ഇല്ല, ഇന്ന് അതിരടിയുടെ ആഘോഷമല്ലേ, അതിന് പോയി എന്ന് സിന്ധു ഉത്തരം പറഞ്ഞു. അതിരടിയോ? അതെന്തോന്നു എന്നായി ആ പാവം നടി. കളിയാക്കല്ലേ, ബേസിലും ടൊവിനോയും വിനീത് ശ്രീനിവാസനും അഭിനയിച്ച സിനിമയല്ലേ അതിരടി എന്നായി സിന്ധു. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, അവൾ ചോദിച്ചത് അങ്ങനെ ഒരു സിനിമ വന്നോ എന്നായിരുന്നു. ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ തെറി പറയുന്ന മാനസിക കൂടി വരുന്നതിനാൽ ഇതൊന്നും ഉപയോഗിക്കാതെ മനസമാധാനത്തോടെ ജീവിക്കുകയാണ് അവൾ. ഞാൻ ഷീൽഡും വാങ്ങി വിജയശ്രീ ലാളിതനായി വന്നപ്പോൾ സിന്ധു ഇക്കാര്യം തിരക്കി എന്നോട്. എനിക്കൊരു അതിശയവും തോന്നിയില്ല. അവൾ അത്രയ്ക്ക് ഇന്നസെൻ്റാണ് എന്ന് മാത്രം ഞാൻ മറുപടി പറഞ്ഞു. കേരളത്തിൽ 55 ദിവസം ഓടിയ, അല്ലെങ്കിൽ 38 കോടി രൂപ മുടക്കിയെടുത്ത 80 കോടി രൂപ കളക്ട് ചെയ്ത ഒരു സിനിമയെക്കുറിച്ച് പാവം അതിന് സിനിമാക്കാരിയാണെങ്കിലും അവൾക്ക് അറിയില്ല. ഇതിപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചത് എൻ്റെ അടുത്ത പരിചയക്കാരനാണല്ലോ ശരത്ചന്ദ്രൻ വയനാട്. അയാൾ സംവിധാനം ചെയ്ത നന്മ എന്ന ചിത്രത്തെപ്പറ്റി, നന്മയിലെ നായകനായ കലാഭവൻ മണിയുടെ ചിത്രങ്ങളടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എനിക്കും വന്നു. അതിൻ്റെ താഴെ ഒരു ബിരുദം ചോദിക്കുകയാണ്, ഇങ്ങനെയും ഒരു സിനിമ വന്നോന്നു. നന്മ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തതുപോലും അറിയാത്തവരുണ്ട് കേരളത്തിൽ എന്ന് ഇത് തെളിയിക്കുന്നു. ചിലപ്പോൾ അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല നന്മ എന്നൊരു പടം വന്നതായി. മോഹൻ സിത്താര സംഗീതം നൽകിയ 3 പാട്ടുകൾ ഉണ്ടായിരുന്നതും സൂപ്പർ ഹിറ്റാകാതെ പോയതിനാൽ ഓർക്കാത്തതായിരിക്കണം. എനിക്ക് അതിശയം തോന്നിയത് ശരത്ചന്ദ്രൻ പറഞ്ഞ കഥ കലാഭവൻ മണി മറ്റൊരു മോഷ്ടാവിന് പറഞ്ഞു കൊടുത്ത് വാസന്തിയും ലക്ഷ്മിയും ആക്കിയിട്ടും മണി വിട പറഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ശരത്ചന്ദ്രൻ അയാളെ സ്മരിക്കുന്നു എന്നതാണ് എന്നെ അതിശയിപ്പിച്ചത്. ശരത്ചന്ദ്രൻ വയനാടിൻ്റെ ആ മനസ്സിനെ നമിക്കണം എന്നെനിക്ക് തോന്നി. അടുത്ത കഥ, ഈ കാള വാല് പൊക്കുമ്പോഴേ സൂക്ഷിച്ചോളണമെന്ന് പഴമക്കാർ പറയും. അങ്ങും ഇങ്ങും തൊടാതെ കമ്മ്യൂണിസ്റ്റ് വിരോധം സിനിമയാക്കിയ ആളാണല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ. മുഖാമുഖം എന്ന സിനിമയിലൂടെ
CPM-നെ കഴിയുന്നത്ര താറടിച്ച സംവിധായകനാണ് അടൂർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അപജയങ്ങളെപ്പറ്റി ഞാനൊരു സിനിമ എടുത്തുവെന്ന് അഭിമാനിച്ച കലാകാരനാണ് അടൂർ. കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒന്നും പുള്ളിക്ക് ഇതുപോലെ മൂല്യച്യുതി സംഭവിച്ചോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നാക്കാനാണല്ലോ ഇഷ്ടം. കോൺഗ്രസ്സിലും BJPയിലും അപജയം ഇല്ലാത്തതിനാലും രണ്ടും കേരളത്തിന് അത്യന്താപേക്ഷിതം അല്ലാത്തതിനാലും വിമർശിക്കാൻ പറ്റില്ലല്ലോ. അതുപോട്ടെ, കമ്മ്യൂണിസത്തെ വിമർശിച്ച അടൂരിൻ്റെ അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാൾ ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ MA ബേബിയാണ്, CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. പിണറായി മുഖ്യനായപ്പോൾ സ്ഥാനത്തും അസ്ഥാനത്തും അടൂരിനെ കയറ്റി വെച്ചു. ഒരൊറ്റ മാനദണ്ഡത്തിൽ. എന്താണ് മാനദണ്ഡം? സംഘികൾക്കെതിരാണ് എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് പിണറായി വേണ്ടപ്പെട്ട ആളായി അടൂരിനെ കൊണ്ടു നടന്നത്. ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സ് വരാതിരിക്കാനടക്കം അടൂരിൻ്റെ സംഭാവനകളും വലുതായിരുന്നു. ആ പിണറായിയുടെ 10 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ കോംപ്ലക്സ് വന്നനെ അടൂർ തടയിട്ടു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞ കണക്ക് അടൂരിനെ പാലയിലെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തലവനാക്കി പിണറായി. അപ്പോൾ അടൂർ ഒരു ഉപാധി വെച്ചു. അവിടുത്തെ സെക്രട്ടറിയായി ശങ്കർ മോഹൻ എന്ന A ക്ലാസ് സിനിമാക്കാരനെ വച്ചാൽ ഞാൻ ചെയർമാനാകാം എന്ന് പറഞ്ഞു. അടൂർ പറയുന്നത് ഇന്ത്യ കണ്ട A ക്ലാസ് സിനിമാക്കാരനാണ് ശങ്കർ മോഹൻ. റസൂൽ പൂക്കുട്ടിയെ അക്കാഡമിയിൽ വച്ചതിനേക്കാൾ വേഗതയിൽ അടൂർ ശുപാർശ ചെയ്ത ശങ്കർ മോഹനെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെക്രട്ടറിയാക്കി. പൊൻകുന്നത്തുകാരനാണെങ്കിലും താമസിക്കാൻ അദ്ദേഹം തന്നെ രമ്യഹർമ്മ്യം കണ്ടെത്തി പാലയിൽ. പിന്നെ കാറ്, സ്റ്റാഫ് എല്ലാം തരപ്പെടുത്തി കൊടുത്തു. ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിൽ ജോലിക്കാരനായിരുന്ന കാലത്ത് അടൂരിൻ്റെ വിധേയനായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ അടൂർ കൊണ്ടു നടക്കുന്നത്. അത് പലരും പറയാറുണ്ട് പല വിധത്തിൽ. നേരിട്ട് അടൂരിനോട് പറയില്ല എന്നേ ഉള്ളൂ. ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിലുണ്ടായിരുന്നപ്പോൾ അടൂരിന് ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമാണ് ഈ പാല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്രട്ടറി ആക്കിയത്. എന്തായാലും അടൂരും ശങ്കർ മോഹൻ സാറുമായി ഭരണം തുടങ്ങി. സഹികെട്ട് പഠിക്കുന്ന പിള്ളേരും സ്റ്റാഫുകളും കയറി തിരിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തൂപ്പ് ജോലി ചെയ്യുന്ന പാവങ്ങൾ സെക്രട്ടറിയുടെ വീട്ടിൽ സ്വന്തം ചെലവിൽ ചെല്ലണം. ബസ്സിൽ മുറ്റമെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് പുറത്തെ കുളിമുറിയിൽ കുളിക്കണം. എന്നിട്ട് നല്ല പുതുവസ്ത്രം ധരിച്ച് സെക്രട്ടറി പാർക്കുന്ന ഭവനം തൂക്കണം, തുടയ്ക്കണം, തൂറുന്ന ക്ലോസറ്റ് കഴുകണം. സഹികെട്ട് ആ സ്ത്രീകളടക്കം സമരമായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലി കഴിഞ്ഞ് സ്വന്തം പൈസ മുടക്കി അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് വലിയ മുറ്റമാണ് ചുറ്റും. ആ ചുറ്റുമുള്ള കരിയിലേക്ക് തൂത്തുവാരി കളഞ്ഞ് എല്ലാം ക്ലീനാക്കിയിട്ട് പുറത്തുള്ള കുളിമുറിയിൽ കുളിക്കണം. അപ്പോൾ കുളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇട്ടിരുന്ന മുഷിഞ്ഞ ഡ്രസ്സുകൾ മാറ്റി വേറെ ഇടുമല്ലോ, കവറിൽ കൊണ്ടുവരും. ആ ഡ്രസ്സ് ഇട്ട ശേഷം സെക്രട്ടറിയുടെ വീട്ടിൽ കയറി തറയെല്ലാം തുടച്ച് സെക്രട്ടറിയും കുടുംബവും തൂർന്ന കക്കൂസും ഒക്കെ കഴുകണം, പുതിയ ഡ്രസ്സ് ഇട്ടിട്ട്. അങ്ങനെയാണ് സമരമായത്. ഒടുവിൽ മനസ്സോടെ അന്നത്തെ മന്ത്രി K. ബിന്ദു ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ഫസ്റ്റ് പാർട്ടികളെയാണ് അന്വേഷണ കമ്മീഷനായിട്ട് വെച്ചത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്ന K. ജയകുമാർ IAS-നെയും നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ഒരു ജയകുമാറിനെയും അവർ അന്വേഷിച്ചു, കണ്ടെത്തി. സെക്രട്ടറി കാട്ടിയതെല്ലാം വച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് അവർ കുറിച്ചു കൊടുത്തു. പണി നന്നായി മേസരി, നാളെ മുതൽ പണിക്ക് വരണ്ട എന്ന് ബിന്ദുവിന് തീരുമാനിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ സർക്കാരിന് തീരുമാനിക്കേണ്ടി വന്നു. ഞാൻ വയ്പ്പിച്ച A ക്ലാസ് സിനിമാക്കാരനായ ശങ്കർ മോഹനില്ലാതെ ഞാനില്ല എന്ന് പറഞ്ഞ് അടൂരും പടിയിറങ്ങി. K. ജയകുമാർ IAS എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്തു കളയും. അതറിയാവുന്നതിനാൽ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് അന്വേഷണ കമ്മീഷനെ അടൂർജി വഴക്കൊന്നും പറയാതെ ഇറങ്ങിപ്പോയി. പശുവും ചത്തു മോരലെ പുളിയും പോയെന്ന് പറഞ്ഞ കണക്ക് ഇപ്പോൾ ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്നാവും നിങ്ങളുടെ സംശയം. തലസ്ഥാനത്ത്
ഒരു വാർത്ത പരക്കുന്നു. സതീഷ് മേനോൻ മുഖ്യമന്ത്രിയായ ഉടൻ അടൂർജി അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കാണുന്നു. അഭിനന്ദിക്കാൻ പോയി എന്നാണ് ഞാൻ കരുതിയത്. CPMനെയും പിണറായിയെയും തോൽപ്പിച്ച് മേനോൻജി വന്നത് നന്നായി എന്ന് പ്രശംസിക്കാൻ ഖാദി വസ്ത്രധാരിയായ അടൂർ പോയതിൽ തെറ്റില്ല. പക്ഷേ ഈ യാത്ര അതിനല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ തലസ്ഥാനത്ത് കേൾക്കുന്ന വർത്തമാനം. പിന്നെയോ പാലാ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പാവപ്പെട്ട തൊഴിലാളികളെ കൊണ്ട് സ്വന്തം വീട്ടിലെ ക്ലോസറ്റ് കഴിയിച്ച A ക്ലാസ് കക്ഷിയെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനോ സെക്രട്ടറിയോ ആക്കണം എന്ന് ഉപദേശിക്കാനായിരുന്നു അത്രേ മുഖ്യമന്ത്രിയെ അടൂർജി കണ്ടത്. ശരിയാണോ തെറ്റാണോ എന്ന് അടൂർജിക്കും മേനോനും മാത്രമേ അറിയാവൂ. എന്തായാലും പോയി കണ്ടു, അങ്ങോട്ട് പോയി കണ്ട് അഭിനന്ദിക്കാൻ എന്തായാലും പിണറായി ഇറക്കിയിട്ട് മേനോൻ നിങ്ങൾ വന്നത് നന്നായി എന്ന് പറയാനല്ല, ശങ്കർ മോഹനെ അക്കാദമിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അക്കാദമിയുടെ സെക്രട്ടറി ആക്കണം എന്ന് പറയാനാണ് അടൂർ സാർ പോയതെന്ന് പറയുന്നു. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പാവപ്പെട്ട തൊഴിലാളികളെ കൊണ്ട് പുതിയ ഡ്രസ്സ് ഇടിച്ചിട്ട് വീട്ടിലെ ക്ലോസറ്റ് തൂറുന്ന ക്ലോസറ്റ് കഴുകിച്ച മനുഷ്യനെ അക്കാദമിയിൽ കൊണ്ടുവന്നാൽ പാലാ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും ഒരുപാട് കാശുള്ള സ്ഥാപനമാണല്ലോ, ചച്ചളമാക്കും മേനോനെ എന്ന് മാത്രമേ മുഖ്യമന്ത്രിയോട് പറയാൻ. കടുവയെ കിടുവ പിടിച്ചു എന്ന് പറയുന്നത് പോലെ മോഹൻലാലിന് നല്ലൊരു പണി കിട്ടി. ഒരു സിനിമാ ടീമുമായി സിഡ്നിയിലും ന്യൂസിലൻഡിലും ഒക്കെയായി നടത്താനിരുന്ന പ്രോഗ്രാം മോഹൻലാലിന് വിസ ലഭിക്കാതെ അവസാന നിമിഷം മാറ്റിവെക്കേണ്ടി വന്നു. പത്മഭൂഷണും ദാദാസാഹേബ് ഫാൽക്കെ അവാർഡും മേജർ പദവിയും അടക്കം ഒരുപാട് പദവികളുള്ള മോഹൻലാലിന് ആസ്ട്രേലിയയിലേക്കുള്ള വിസ തടഞ്ഞത് എന്തുകൊണ്ട് ആണ് എന്ന് ആരും വിശദമാക്കുന്നില്ല. ഒരു മാസത്തോളം ഈ പ്രോഗ്രാമിനുള്ള വിസയ്ക്കായി ശ്രമം തുടരുകയായിരുന്നു. അവസാന സമയം വിസ കിട്ടില്ല എന്ന് ഉറപ്പായതോടെ സിഡ്നിയിലെ പ്രോഗ്രാം മാറ്റിവെച്ചു. മോഹൻലാലിനൊപ്പം ഈ ഷോയിൽ പങ്കെടുക്കേണ്ട KS ചിത്ര, മനോജ് K ജയൻ, അജു വർഗീസ് തുടങ്ങി നമ്മുടെ ഒരു ആളുണ്ടല്ലോ, ഒരു ചെറുതടിയല്ലോ വെച്ച് വായിക്കണ മ്യൂസീഷ്യൻ, മിടുക്കനായ മ്യൂസീഷ്യൻ, അദ്ദേഹം അടക്കം എല്ലാവരും സിഡ്നിയിലെത്തി. പക്ഷേ മോഹൻലാലിന് എത്താൻ പറ്റിയില്ല. ഇവരൊക്കെ സിഡ്നിയിലെത്തുകയും അവരോടൊപ്പം ചേരാൻ യാത്ര ചെയ്യവേ സിംഗപ്പൂരിൽ വച്ചാണ് തൻ്റെ വിസ റെഡിയായി കിട്ടിയിട്ടില്ല എന്ന വിവരം മോഹൻലാൽ അറിയുന്നത്. അവിടുത്തെ കർശന നിയമങ്ങളാണ് മോഹൻലാലിൻ്റെ വിസ ശരിയാകാത്തതിൻ്റെ കാരണമെന്നാണ് പറയുന്നത്. കൂടെയുള്ള മുഴുവൻ പേർക്കും വിസ ലഭിക്കുമ്പോൾ മോഹൻലാലിന് മാത്രം ലഭിക്കാതിരിക്കാൻ അദ്ദേഹം ഒരിക്കലും സിഡ്നി ചെന്ന് മുങ്ങുന്ന ആളല്ലല്ലോ, ആ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവനുമല്ല, അല്ലെങ്കിൽ ആ രാജ്യത്തിനെതിരായി സംസാരിക്കുന്നവനുമല്ല. രാജ്യം പരമോന്നത ബഹുമതികളിൽ 2 നൽകി ആദരിച്ച ആളാണ് മോഹൻലാൽ. വൈകിട്ട് എന്താ പരിപാടി എന്ന് ടൈറ്റിൽ നൽകിയതാണോ, ഏതെങ്കിലും മലയാളി അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് പാര പണിതാണോ എന്നൊന്നും അറിയില്ല. ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ മോഹൻലാലിൻ്റെ ഷോ നടന്നിട്ടുണ്ട്. ന്യൂസിലൻഡിലെ അടക്കം ഷോ നടക്കും. ആസ്ട്രേലിയയിൽ വിസ നൽകിയിട്ട് ക്യാൻസൽ ചെയ്യുന്നതടക്കം നടക്കാറുണ്ടെന്ന് പറയുന്നു. ഏതോ ചുരുക്കുള്ള മലയാളി നൽകിയ പാരയാണ് വിസ നിഷേധിക്കാൻ കാരണമെന്ന് പറയുന്നു. മോഹൻലാലിൻ്റെ ഒരു കേസ് ഇവിടെ നടപ്പുണ്ടല്ലോ, ആനക്കൊമ്പ് കേസ്. ആനക്കൊമ്പ് കേസിൽ പ്രതിയാണ് മോഹൻലാൽ എന്ന പാരയാണ് വച്ചതെന്ന് പറയുന്നു. എന്തായാലും പ്രോഗ്രാം കുളമായി, വീണ്ടും ചെല്ലാം, എനിക്ക് മാപ്പ് തരൂ എന്നൊക്കെ മോഹൻലാൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ, കണ്ടു നോക്കൂ. ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ടവരെ, ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഗ്രീഫ്. വളരെ സങ്കടകരമായ അവസ്ഥയിലാണ് ഞാൻ ഏതാണ്ട് 50 വർഷത്തോളമായി സിനിമയിൽ വന്നിട്ട് ഒരുപക്ഷെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. ഈ വർഷം തന്നെ ഞാനിപ്പോൾ US ചെയ്തിട്ടുണ്ട്, ജർമ്മനി ചെയ്തിട്ടുണ്ട്, UK ചെയ്തിട്ടുണ്ട്, അയർലൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു കോൺസെപ്റ്റുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക്
എത്താൻ വേണ്ടി ശ്രമിച്ചത്. എൻ്റെ കൂടെയുള്ള എല്ലാവരും, കേസ് ചിത്ര അടക്കമുള്ള എല്ലാവരും അവിടെ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, സംഹൗ ഇറ്റ് ഹാപ്പൻ. ഞാൻ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് എൻ്റെ വിസ എനിക്ക് കിട്ടിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ. ഇറ്റ് കൻ ബി എ ടെക്നിക്കൽ ഓർ എ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഓർ എ എന്താ പറയുക, ഒരു AI ജനറേറ്റഡ് എന്താണെന്ന് ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഐ ആം ടേക്കിംഗ് ഓൾ ദ ക്ലെയിം ഓൺ മീ. എൻ്റെ കുറ്റമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഐ എം വെരി സോറി അബൌട്ട് ഇറ്റ്. എനിക്ക് വരാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. ഇതിനുവേണ്ടി ഒരു ഹ്യൂമൻലി, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാ വിധത്തിലും എല്ലാവരും പ്രവർത്തിച്ചു. എസ്പെഷ്യലി വിമൽ, കായൽ ഇവൻസിലെ വിമൽ, അതിൻ്റെ കൂടെയുള്ള ഓഫീസ്, എല്ലാവരും വി ട്രൈഡ് അവർ ബെസ്റ്റ്. എനിവേ, അതിപ്പോൾ സംഭവിക്കുന്നില്ല. അത് എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. ഐ എം വെരി സോറി. എത്രയോ ദൂരെ നിന്ന് ഡ്രൈവ് ചെയ്തും അല്ലാതെയൊക്കെ ഈ ഷോ കാണാനെത്തിയ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ആൻഡ് ഐ പ്രോമിസ് സംതിങ് ദാറ്റ് വി വിൽ കം ബാക്ക് വിത്ത് ദ സെയിം ടീം ആൻഡ് we'll do a wonderful show in front of you. സെയിം കായൽ ഇവൻസിൽ തന്നെ വിമലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഷോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഡേറ്റ് എനിക്കറിയില്ല. ഇറ്റ് ഓൾ അക്കോർഡിംഗ് ടു ദ അവൈലബിലിറ്റി ഓഫ് ദ സ്റ്റേജ് ആൻഡ് ദ പ്രിമിസസിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ടാണ്. ഐ എം സോ സോറി. ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. റിയലി സോറി ആൻഡ് ഐ എം ഹെൽപ്ലെസ്. പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ്. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ പഴമൊഴിയാണ്. പശു ചത്തും ഓരല പുളിയും മാറിയാലും ചിലർ പറഞ്ഞുകൊണ്ടിരിക്കും ആ പാലിൻ്റെ കഥയും മോരിൻ്റെ കഥയും ഒക്കെ. മലയാളത്തിൽ ശ്രദ്ധേയനായ തിരക്കഥാകാരൻ എൻ്റെ നീലാകാശം എന്ന എൻ്റെ നോവലിനെ പകർത്തിയതാണ് തനിയാവർത്തനം എന്ന് എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്ത എങ്കിലും എനിക്ക് പ്രിയപ്പെട്ട നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ പ്രൊഫസർ ജോർജ് ഓണക്കൂർ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നീലാകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ നോവലിനെയാണ് ലോഹി ചുരണ്ടിയത് എന്ന്. അച്ചാണിയുടെ കോപ്പിയടിയല്ലേ വാത്സല്യമെന്ന് സിനിമാക്കാരിൽ പലരും വിശ്വസിക്കുന്നു. MT പോലും പേര് പറയാതെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തിരക്കഥകൾ പുതിയ പേരുകളിൽ സ്ക്രീനിൽ കാണുമ്പോൾ എന്ത് വികാരമാണ് കോപ്പിയടിക്കേണ്ടത് എന്നെനിക്കറിയില്ല, പ്രകടിപ്പിക്കേണ്ടത് എന്നെനിക്കറിയില്ല എന്ന് MT തന്നെ പറഞ്ഞിട്ടുണ്ട്. വീട്ടുജോലിക്കായി നിവൃത്തികേട് കൊണ്ടാക്കുന്ന ടീനേജ് പെൺപിള്ളേർ വീട്ട് ഉടമസ്ഥയുടെ മോനെ സ്വയം പ്രേമിക്കുകയും അവസാനം ഒറ്റപ്പെടുന്നതും MTയുടെ നീലത്താമരയിലും മോഹൻ്റെ ഇളക്കങ്ങളിലും രഞ്ജിത്തിൻ്റെ നന്ദനത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. തൊഴിലില്ലായ്മയിൽ നട്ടം തിരിയുന്ന 4 ചെറുപ്പക്കാരുടെ കഥ എത്രയോ സിനിമകളിൽ നമ്മൾ കണ്ടു. തനിയാവർത്തനത്തിൽ സമൂഹം ഭ്രാന്തനായി മുദ്രകുത്തിയ ബാലമാഷിനെ സമൂഹം ഒരു ഗുണ്ടയായി മാറ്റിമറിച്ചതാണ് കിരീടമെന്നും പടം വന്ന കാലത്ത് പറയുമായിരുന്നു. പോലീസുകാരനായ അച്ഛൻ്റെ മകൻ SI ആയി കാണാൻ കുടുംബം ആഗ്രഹിക്കുകയും സ്വന്തം ജ്യേഷ്ഠനെ ഒരു ഗുണ്ട കുത്തിമലർത്തിയപ്പോൾ ആ ഗുണ്ടയെ വകവരുത്തിയതിലൂടെ തലസ്ഥാനത്തെ ഗുണ്ടയായി മാറേണ്ടി വന്ന ഗുണ്ടുകാട് സാബുവിൻ്റെ കഥയാണ് ലോഹിതദാസ് ഭംഗിയുള്ള തിരക്കഥയാക്കി കിരീടം ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്നവരും തിരുവനന്തപുരത്ത് എന്തായാലും കുറവല്ല. എന്നാൽ ലോഹിതദാസ് പറഞ്ഞിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് കഥകൾക്ക് ക്ഷാമമില്ല എന്നും ജീവിതം എവിടെയുണ്ടോ അവിടെ കഥകളുണ്ട്, കഥ കണ്ടെത്തുന്ന കണ്ണുകൾക്കാണ് ക്ഷാമം എന്നാണ് ലോഹി പറയാറ്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 6 ദിവസം മുമ്പ് ഞാൻ എഴുതി പൂർത്തിയാക്കിയ തിരക്കഥയാണ് കിരീടമെന്നും ആദ്യം പുറത്തു വന്ന തിരക്കഥ തനിയാവർത്തനം പോലും ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ പകുതിയെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും ലോഹി തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കിരീടത്തിൻ്റെ കഥാബീജം എന്നിൽ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് ലോഹി പറഞ്ഞിട്ടുള്ളത്. ചാലക്കുടിയിൽ കുപ്രസിദ്ധനായൊരു റൗഡി ഉണ്ടായിരുന്നു, കേശവൻ പലരെയും കൊന്നിട്ടുണ്ട്, കൈവെട്ടിയിട്ടുണ്ട്, കൊല്ലാതെ കൊന്നിട്ടുണ്ട്. കേശവൻ്റെ പേര് കേട്ടാൽ ആരും വിറയ്ക്കും. കള്ളു ഷാപ്പിലും ചാരായ ഷാപ്പിലുമൊക്കെ കേശവൻ കടന്നു വന്നാൽ എല്ലാവരും എണീറ്റ് നിൽക്കും. തൻ്റെ മുന്നിൽ ആരും ഇരിക്കുന്നത് കേശവന് ഇഷ്ടമല്ല. എല്ലാവരും ബഹുമാനിച്ച് തന്നെയെന്ന്
കേശവന് തോന്നിയാൽ എല്ലാവരോടും ഇരിക്കാൻ ആംഗ്യം കാണിക്കും. തിരുവനന്തപുരത്ത് നിന്നും വന്ന ഒരു ആശാരിയും അയാളുടെ കുടുംബവും മുരിങ്ങൂരിൽ താമസമാക്കിയിരുന്നു. ഭാര്യയും 2 പെൺമക്കളും ഒരാൺകുട്ടിയും അടങ്ങുന്ന ചെറിയ കുടുംബം. നല്ല പണിക്കാരനായിരുന്നു ആശാരി. അതിനാൽ തന്നെ എന്നും പണിയും നല്ല വരുമാനവും ആശാരിക്കുണ്ടായിരുന്നു. പണി കഴിഞ്ഞ് ക്ഷീണത്തിൽ വരുമ്പോൾ ദേഹക്ഷീണം അകറ്റാനായിട്ട് ഒരു കുപ്പി കള്ള് മോന്തും. എന്നിട്ട് കുട്ടികൾക്ക് നാടൻ പലഹാരങ്ങളും വാങ്ങി വീട്ടിലേക്ക് പോകും. കേശവനെ ആശാരി കണ്ടിട്ടില്ല. എന്നാൽ കഥകൾ പലതും കേട്ടിരുന്നു. വെള്ളിക്കുളങ്ങരയിൽ ഒരാളെ വെട്ടി, ചന്തയിൽ അടിയുണ്ടാക്കി, പോലീസുകാരനെ തല്ലി തുടങ്ങിയ ഒരുപാട് കഥകൾ കേശവനെ പറ്റി ആശാരി കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ചാലക്കുടി ഭാഗത്ത് പണിയും കഴിഞ്ഞ് ആശാരി മുരിങ്ങൂർക്ക് മടങ്ങും വഴി ഷാപ്പിൽ കയറി 2 ഗ്ലാസ് കള്ള് അകത്താക്കിയാൽ നടത്തത്തിനൊരു രസമാകും എന്ന് തോന്നി. പതിവായി മുരിങ്ങൂർ ഷാപ്പിൽ കയറി കള്ള് കുടിക്കുന്ന ആശാരി അന്ന് അയാളുടെ സമയം മോശം കൊണ്ടായിരിക്കാം ചാലക്കുടി ഷാപ്പിൽ കയറി ഒരു ചെറിയ കുടം കള്ളും തൊട്ടു നിൽക്കാൻ കറിയും പറഞ്ഞു. വൈകുന്നേരമായതിനാൽ ഷാപ്പിൽ അധികം തിരക്ക് തുടങ്ങിയിട്ടില്ല. തൊടുകറിയുടെ എരിവ് ആസ്വദിച്ച് ബീഡി കത്തിച്ച് പുകയൂതി അങ്ങനെ കള്ളടിച്ചിരിക്കുമ്പോൾ സമീപത്തെ ബെഞ്ചുകളിൽ ഇരുന്നവർ ഓരോരുത്തരായി പതിയെ എണീക്കുന്നു. ചിലർ പുറത്തേക്ക് പോകുന്നു. ഡെസ്കിൽ കൊട്ടുപാടി ഇരുന്നവർ, നല്ല പാട്ടൊക്കെ പാടുമല്ലോ കൊട്ടി, പാട്ട് നിർത്തി. ഒരാൾ ഷാപ്പിൻ്റെ പ്രധാന വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ചുറ്റിനും വീക്ഷിക്കുകയാണ്. അപ്പോഴാണ് ഈ പാട്ട് പാടിക്കൊണ്ടിരുന്ന കൊട്ടി പാടിക്കൊണ്ടിരുന്നവന്മാർ നിർത്തി. ചിലർ എണീറ്റ് നിന്നു, ചിലർ പുറത്തേക്ക് പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചത്. അടുത്ത ഗ്ലാസ്സിൽ കള്ളൊഴിക്കാൻ തുടങ്ങുമ്പോൾ ആരോ ആ കുടത്തിലെ കള്ള് ആശാരിയുടെ തലവഴി ഒഴിച്ചു. മുഖം തുടച്ച് യവൻ ആരേ എന്ന് ആശാരി നോക്കുമ്പോൾ ഒഴിഞ്ഞ കുടവുമായി അയാൾ നിൽക്കുന്നു. ആശാരിക്ക് തൻ്റെ അഭിമാനം ചോദ്യം ചെയ്തതിൻ്റെ സങ്കടവും ദേഷ്യവും ഇരച്ച് കയറിയതും സഞ്ചിക്കുള്ളിലെ കൊട്ടുവടിയെടുത്ത് ഈ തലയിൽ കള്ളെടുത്തൊഴിച്ചവൻ്റെ തലയിൽ അടിക്കലും നിമിഷ നേരം കൊണ്ട് നടന്നു. ചിന്തിക്കാനുള്ള സമയം കൊടുത്തില്ല. അവൻ ഒഴിച്ച് അവനെ ഇങ്ങനെ നോക്കി അപ്പം തന്നെ കൈകൊണ്ട് പരതി കൊട്ടുപൊടി എടുത്ത് അവൻ്റെ തലയ്ക്ക് ഒരൊറ്റ അടി അടിച്ചു കൊടുത്തു. കൃത്യമായിട്ട് തലയ്ക്ക് തന്നെ അടി കൊണ്ടപ്പോൾ മലർന്നടിച്ച് ബോധം പോയി കേശവൻ വീണു. എന്തു ചെയ്യണം എന്നറിയാതെ ആശാരി പകയ്ക്കുമ്പോൾ കൂട്ടത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു, കേശവൻ വീണു, റൗഡി കേശവൻ വീണു എന്ന് വിളിച്ചു പറഞ്ഞു. കൊച്ചിനെ ന്യൂവ കിരീടത്തിൽ വിളിച്ചു പറഞ്ഞ പോലെ. ആശാരി ഒന്ന് ഞെട്ടി നന്നായിട്ട്. താൻ അടിച്ചിട്ടത് റൗഡി കേശവനെയാണ് എന്നത് ഞെട്ടലുളവാക്കി എന്ന് പറയണ്ടല്ലോ. പിറ്റേന്ന് നേരം പുലരുമ്പോൾ ആശാരി താമസിച്ചിരുന്ന വാടക വീടിൻ്റെ എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു. എല്ലാ ലൈറ്റുകളും ദീപാവലി പോലെ കത്തിക്കിടക്കുന്നു. വിളമ്പാതെ കലങ്ങളിൽ വച്ചിരുന്ന ഭക്ഷണം ഞാവാലി പട്ടികൾ കയറി തിന്നു തീർത്തു. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് ആശാരിയും കുടുംബവും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇവിടെ നിന്നാണ് സേതുമാധവൻ്റെ കഥയ്ക്ക് ജീവൻ വച്ചതെന്ന് ലോഹിതദാസ് പറയുന്നു. വഴികൾ പലതുണ്ട്. അതിൽ ആശാരിക്ക് ചേർന്ന വഴിയിൽ ആശാരി വിധിയെ തട്ടിമാറ്റി രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷെ സേതുവിന് അത് കഴിഞ്ഞില്ല. ക്ലൈമാക്സ് മാറ്റണം എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിട്ടും ലോഹി തിരുത്തിയില്ല. എന്നും എല്ലായിടത്തും ജയിക്കുന്ന നായകനെ എനിക്ക് ഉൾക്കൊള്ളാനാവില്ല എന്നാണ് ലോഹി പറയാറ്. കാരണം എൻ്റെ നായകന്മാർ എൻ്റെ പ്രതിനിധികളാണ്. ഞാൻ പടയിലും പന്തയത്തിലും എന്നും തോറ്റുപോകുന്നവനാണ്. ലോഹി കിരീടത്തിൻ്റെ തിരക്കഥയെപ്പറ്റി ക്ലിയർ കട്ടായി പറഞ്ഞു വച്ചിട്ടുണ്ട്, ഉദാഹരണ സഹിതം. ഇതിന് ഇപ്പോൾ പുതിയൊരു ഭാഷ്യം വരുന്നു. KG ജോർജിൻ്റെ ഭാര്യയിൽ നിന്നാണ് പുതിയ ഭാഷ്യം വരുന്നത്. ഇപ്പോൾ എല്ലാവരും പുസ്തകം എഴുതുന്ന കാലമാണല്ലോ. സ്വന്തം പേര് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയാത്തവരും 5ാം ക്ലാസ് വരെ പോലും പള്ളിക്കൂടത്തിൽ പോകാത്തവരുമൊക്കെ
വല്ലവരെയും കൊണ്ട് പുസ്തകം എഴുതി സ്വന്തം പേര് വെച്ച് സാഹിത്യ അക്കാദമി അവാർഡുകൾ പോലും വാങ്ങുന്ന കാലമാണ്. KG ജോർജിൻ്റെ ഭാര്യ എഴുതിയ പുസ്തകത്തിൽ തിലകൻ ആവശ്യപ്പെട്ട പ്രകാരം ലോഹിതദാസ് KG ജോർജിനെ കാണാൻ ചെന്നു. തന്നെ കാണാൻ വരുന്നവരോട് കഥകളും പല പല ആശയങ്ങളും പങ്കുവയ്ക്കുന്ന പതിവ് KG ജോർജിന് ഉണ്ടത്രേ. കിരീടത്തിൻ്റെ കഥ KG ജോർജ് ലോഹിയോട് പങ്കുവച്ചു. ലോഹി അത് സിനിമയാക്കി. സിനിമ കണ്ടപ്പോൾ ഇത് ജോർജിൻ്റെ കഥയല്ലേ എന്ന് വാമഭാഗം ചോദിച്ചു. അതെ എന്ന് മാത്രമായിരുന്നു മറുപടി. ഇക്കാര്യം ആരോടും പറയാനും അദ്ദേഹം അനുവദിച്ചില്ല. ഇതറിഞ്ഞ തിലകൻ പലരോടും ഇക്കാര്യം പറഞ്ഞിരുന്നത്രേ. പക്ഷേ ജോർജ് നിസ്സംഗനായിരുന്നു. ലോഹിയെ ജോർജിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട തിലകനും ലോഹിയും KG ജോർജും കിരീടം ഇറങ്ങിയിട്ട് 37 വർഷം ആകുന്നതിനിടയിൽ ഒരിടത്തും ഇവർ 3 പേരും ഇതേപ്പറ്റി പറഞ്ഞത് നമ്മൾ കണ്ടിട്ടേയില്ല. തിലകനും പറഞ്ഞിട്ടില്ല. KG ജോർജ് നിസ്സംഗനും ലോഹി കഥയടിച്ചു മാറ്റിയവനും ആയാലും തിലകൻ ഇത്തരമൊക്കെ വിളിച്ചു പറയുന്ന ആളാണ്. സിനിമയിൽ ശക്തമായ എൻട്രി നൽകിയ സംവിധായകനാണ് KG ജോർജ്. പക്ഷേ ഒന്നും പറഞ്ഞില്ല എന്നതിനാൽ ഇക്കാര്യത്തെ വിശ്വാസയോഗ്യമല്ലാത്ത കാരണത്താൽ തള്ളിക്കളയാം. എന്നാൽ KT മുഹമ്മദ് എഴുതിയിട്ടും നാടകക്കാരുടെ തിരക്കഥ ശരിയാവാത്തതിനാൽ SL പുരം സദാനന്ദനെ കൊണ്ട് എഴുതിച്ച് ടൈറ്റിലിൽ SL പുരത്തിനോടൊപ്പം തൻ്റെയും പേര് വെച്ച് മികച്ച തിരക്കഥയ്ക്ക് 2 പേരും കൂടി അവാർഡ് പങ്കുവച്ചിട്ട് SL പുരം മരിച്ച ശേഷം സിനിമ ഡിജിറ്റലിലേക്ക് മാറ്റുന്ന സമയത്ത് SL പുരത്തിൻ്റെ പേര് മാച്ചു കളഞ്ഞ ആളായിരുന്നു KG ജോർജ്. ആ തിരക്കഥ സ്വന്തം പേര് മാത്രം വച്ച് പുസ്തകമാക്കാൻ മാതൃഭൂമി ബുക്സിന് നൽകിയിട്ട് SL പുരത്തിൻ്റെ ഇളയ മകൻ ജയസോമ പരാതി നൽകിയതിനാൽ മാതൃഭൂമി പുസ്തകം പിൻവലിക്കുകയും കേസ് മുന്നോട്ട് പോവുകയും ചെയ്ത കഥ അതാണ് യവനിക എന്ന സിനിമയ്ക്ക് പറയാനുള്ളത്. ഇക്കാര്യം കൂടി ഭർത്താവിൻ്റെ സിനിമാ ഓർമ്മകളെപ്പറ്റി പുസ്തകം എഴുതുമ്പോൾ ഭാര്യ പറയണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സിനിമയിലേക്കൊരു എൻട്രി ലോഹിതദാസിനുണ്ടാക്കി കൊടുത്തത് തിലകനാണ്. സിബി മലയിലിനെ പരിചയപ്പെടുത്തിയത്. ഹിസൈനസ് അബ്ദുള്ള എടുക്കുന്ന കാലത്ത് ഹൈനസിൻ്റെ വേഷം, രാജാവിൻ്റെ വേഷം, എനിക്ക് വെച്ചിരുന്ന വേഷം തിരുവനന്തപുരത്തെ നായന്മാരെല്ലാം കൂടി അടിച്ചു മാറ്റി നെടുപിടി വേണുവിന് കൊടുത്തു എന്ന് പരാതി പറഞ്ഞ ആളാണ് തിലകൻ ചേട്ടൻ. ദിനേശേ, ആ മഹാരാജാവിൻ്റെ വേഷം തിലകൻ ചേട്ടൻ ചെയ്താൽ ഭയങ്കര ബോറായിരിക്കില്ലേ എന്ന് എന്നോട് ചോദിച്ച ആളാണ് ലോഹിതദാസ്. പക്ഷെ നെടുമുടി അടക്കം ആരും മിണ്ടിയില്ല. സിബിമലയിലും ഒന്നും പറഞ്ഞില്ല. ആ ഇഷ്യൂയോടുകൂടി തിലകനും ലോഹിതദാസുമായിട്ട് പിന്നെ ഒരു പടത്തിൽ സഹകരിച്ചിട്ടില്ല. ഒരു പടത്തിലേക്കും ലോഹി തിലകന് വേണ്ടി ക്യാരക്ടറിൽ എഴുതിയിട്ടില്ല. ആ ദേഷ്യം സിനിമയിൽ കൊണ്ടുവന്ന എന്നോട് ലോഹി ഇങ്ങനെ നന്ദിയില്ലായ്മ കാണിച്ചു എന്നുള്ള ദേഷ്യമുണ്ടായിരുന്നപ്പോൾ പോലും തിലകൻ ചേട്ടൻ കിരീടത്തിൻ്റെ കഥ KG ജോർജിൽ നിന്ന് ലോഹിതദാസ് മോഷ്ടിച്ചതാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതാ KG ജോർജ് സാറിൻ്റെ ഭാര്യ ആത്മകഥ എഴുതിയപ്പോൾ ലോഹിതദാസ് വന്നപ്പോൾ KG ജോർജ് കഥ പറഞ്ഞു കൊടുത്തു. അതിനെ കൊണ്ട് ഈ ലോഹിതദാസ് കിരീടം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. നമ്മളിൽ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തർക്കിക്കാനൊന്നും ഞാനില്ല. പക്ഷേ യവനിക മോഷ്ടിച്ചത് 2 പേർ ചേർന്ന് എഴുതിയെന്ന് പേര് വയ്ക്കുകയും SL പുരം എഴുതുകയും തിരക്കഥയിൽ എൻ്റെ പേരൂടെ വയ്ക്കണം. ഇപ്പോൾ ഹരികുമാർ സാർ പറയുന്ന പോലെ എനിക്കൊരാഗ്രഹമാണ് നിങ്ങളുടെ കൂടെ എൻ്റെ പേരൂടെ വയ്ക്കാനെന്ന് പറഞ്ഞിരിക്കാം. വച്ചിട്ട് 2 പേർക്കും കൂടെ മികച്ച തിരക്കഥയ്ക്ക് കിട്ടിയപ്പോൾ 2 പേരും കയറി 2 ഷീൽഡും വാങ്ങിച്ച് പൈസയും വാങ്ങിച്ചിട്ട് പോയി. ഇതെല്ലാം തെളിവുകളാണ്. എന്നിട്ടാണ് അത് പുസ്തകമാക്കിയപ്പോൾ SL പുരത്തിൻ്റെ പേരങ്ങ് വെട്ടിക്കളഞ്ഞു. അതുപോലെ തന്നെ ഡീറ്റെയിലാക്കി ആക്കിയപ്പോൾ തിരക്കഥാകൃത്തുകൾ 2 പേരെ പേരുണ്ടായിരുന്നില്ല. ഒന്നിനെ സെൻസർ ചെയ്ത പടമാണ്, അതിനെ പേര് മാറ്റി കളഞ്ഞു. അതൊരു സത്യമാണ്. അതുകൂടി ഈ പുസ്തകത്തിൽ എഴുതാമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.